പ്രിയ കുട്ടികളെ, പുതിയൊരു കെമിസ്ട്രി ക്ലാസ് തുടങ്ങിയേക്കാം. 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ പുതിയ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പേരിടുന്നതിനാണ്, നെയിമിങ്ങിനാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു സ്വഭാവമായ ഐസോമറിസവും ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് പാഠത്തിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ആ ലാസ്റ്റ് പാഠം നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് ഈ പാഠം ഈസി ആകുകയുള്ളൂ. പക്ഷെ നമുക്കിനി 9ലെ പോയി പഠിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ആ പാഠം പഠിച്ചില്ലേലും ഇതിൻ്റെ എല്ലാം പഠിക്കത്തക്ക രീതിയിൽ 9ലെ അത്യാവശ്യം കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചാണ് നിങ്ങൾക്ക് ഈ പാഠം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് ടീച്ചറിൻ്റെ കൂടി എഴുതി വേണം പഠിക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ബുക്കൊക്കെ എടുത്ത് ഇപ്പം തന്നെ എഴുതി പഠിച്ചു തുടങ്ങിക്കോ. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഹൈഡ്രോ കാർബൺ ആണ്. ഈ പാഠത്തിൽ തന്നെ തുടങ്ങുമ്പോൾ 2 ഹൈഡ്രോ കാർബൺ കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഹൈഡ്രോ കാർബൺ 1 എന്ന പേരിൽ ഒരെണ്ണവും ഹൈഡ്രോ കാർബൺ 2 എന്ന പേരിൽ ഒരെണ്ണവും കാണിച്ചുകൊണ്ടാണ്. അത് കാണുമ്പം തന്നെ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പ്രധാനമായിട്ടും ഹൈഡ്രജനും കാർബണുമാണ്. അതാണ് ഏറ്റവും അത് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ഉള്ള ഹൈഡ്രോ കാർബൺസ് ആണ് പ്രധാനമായും അതിൽ ഉള്ളത്. അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെ, ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്സിൻ്റെ പേരിടുന്ന പരിപാടി, അതാണ് നോമൻക്ലേച്ചർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത പേജ് ഒന്ന് പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം. അടുത്ത പേജിൽ ആദ്യത്തെ ഹൈഡ്രോ കാർബണും രണ്ടാമത്തെ ഹൈഡ്രോ കാർബണും ഒക്കെ താരതമ്യം ചെയ്തിട്ട് കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദിസ് ചെയിൻ? ആ ഒരു ഫസ്റ്റ് ഹൈഡ്രോ കാർബണിൽ എത്ര കാർബൺ ആറ്റം കാണാൻ പറ്റും? അത് വലിയ പഠിക്കാനൊന്നുമില്ല, ചുമ്മാ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. പക്ഷെ അടുത്തത് വേർഡ് റൂട്ട് എന്ത്, അതുപോലെ തന്നെ റൈറ്റ് IUPAC നെയിം. നേരെ ചാടിക്കേറി എഴുതാൻ പറ്റൂല. അപ്പം നമുക്ക് അതെല്ലാം ചെയ്യണമെങ്കിൽ പഠിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നല്ലോണം പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നെയിമിങ് നടത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിർബന്ധമായും പഠിച്ചെടുക്കേണ്ട ഒരു ചാർട്ട് ടീച്ചർ കാണിച്ചു തരാം. ആ ചാർട്ട് കാണിക്കുമ്പോൾ തന്നെ എഴുതിയെടുത്ത് പഠിച്ചോണം. ഇതാണ് ആ ചാർട്ട്. കാർബൺ ആറ്റം ഒരെണ്ണമാണെങ്കിൽ അതാണ് C1 എന്ന് കൊടുത്തേക്കുന്നത്. നമ്മൾ മെത്ത് എന്ന് പറയണം. 2 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 കാർബൺ ആണ് ആ ചെയിനയിൽ ഉള്ളതെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ആണ് ആ ചെയിനയിൽ ഉള്ളതെങ്കിൽ നോൺ, 10 കാർബൺ ആണ് ചെയിനയിൽ ഉള്ളതെങ്കിൽ ഡെക്ക്. ഈ അതിന് പറയുന്ന വേർഡ് റൂട്ട് എന്നാണ്. അങ്ങനെ ഒരു വേർഡ് റൂട്ട് പഠിക്കാതെ, റൂട്ട് ഇല്ലാതെ ഒരു നെയിമിങ്ങും ഒരു നോമൻക്ലേച്ചറും നടക്കില്ല. അപ്പോൾ വേർഡ് റൂട്ട് ഇപ്പോൾ തന്നെ ഒന്നുകൂടി ഇത് കേട്ടുകൊണ്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇനി നമുക്ക് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ പരിശോധിച്ച് ഈ 3 ചോദ്യങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനൊന്ന് വലിപ്പത്തിൽ എഴുതി പ്രദർശിപ്പിച്ചേക്കുവാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്. എല്ലാവരും കൃത്യമായിട്ടാണ് 1, 2, 3, 4, 5. അപ്പോൾ 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. 5 കാർബൺ ആറ്റം ആണെങ്കിൽ ഇപ്പോൾ പഠിച്ച വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പെൻറ്റാണ്. ഇനി ആ കാർബൺ ആറ്റത്തെ ഈ ഒരു ഹൈഡ്രോ കാർബണെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ ഓരോ സ്ഥലത്തും സിംഗിൾ ബോണ്ടുകൾ മാത്രമാണ്. സിംഗിൾ ബോണ്ടുകൾ മാത്രമാണെങ്കിൽ വേർഡ് റൂട്ടിൻ്റെ ഒപ്പം അതിന് അറ്റത്ത് വാലായിട്ട്, വാലിന് സഫിക്സ് എന്നാണ് പറയുന്നത്, സഫിക്സ്. അപ്പോൾ ആ പെൻഡ് എന്ന വാക്കിൻ്റെ കൂടെ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഒരു ANE, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, വേർഡ് റൂട്ടാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് പെൻഡ് ANE എന്നുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ പേരാകും. എന്നാൽ അടുത്ത ഹൈഡ്രോ കാർബൺ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ
മോളിക്കുലാർ ഫോർമുല ഓഫ് 2 ഹൈഡ്രോ കാർബൺ എഴുതാവോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഡിഫറൻസ് ആണ് അതിൻ്റെ ചെയിനിൽ, അതിനെ ഒന്ന് പരിശോധിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഒന്നാമത്തെ കോമ്പൗണ്ട് ഇതാണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് ഇതാണ്. രണ്ടിനെയും പരിശോധിച്ച് മോളിക്കുലാർ ഫോർമുല വീണ്ടും വീണ്ടും പറയുക, മോളിക്കുലാർ ഫോർമുല എഴുതുകയാണ്. ഒന്നാമത്തേൻ്റെ മോളിക്കുലാർ ഫോർമുല നോക്കാം. അതിന് വളരെ സിമ്പിളാണ്. മോളിക്കുലാർ ഫോർമുല എഴുതാൻ കാർബൺ ആറ്റം എത്രയുണ്ടെന്ന് എണ്ണി എഴുതുക. 1 2 3 4 5. അപ്പോൾ അതിന് കാർബൺ ആറ്റം 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 എഴുതുന്നതിനെ സി വലുതായിട്ട് എഴുതി 5 അതിൻ്റെ താഴെ എഴുതണം. അതിനുശേഷം അതിൻ്റെ ഹൈഡ്രജൻ എണ്ണി നോക്കണം. ഇവിടെ 3, ഇവിടെ 2, 3 2 5, 5 2 7 ഹൈഡ്രജനായി. 7 2 9, 9 3 12 ഹൈഡ്രജനായി. H12 എന്നാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഒന്നിൻ്റെ. അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ മോളിക്കുലാർ ഫോർമുലയും നമുക്ക് എല്ലാ ഭാഗവും എണ്ണി കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും എണ്ണി എഴുതുന്നതിന് ഏത് കുട്ടിക്കും ചെയ്യാം. മോളിക്കുലാർ ഫോർമുല കാർബൺ ആറ്റം എല്ലാവരും അങ്ങ് എണ്ണുക. 1 2 3 4 5. അവിടെയും 5 കാർബൺ ആറ്റവും ഹൈഡ്രജൻ നന്നായിട്ട് എല്ലായിടത്തും നോക്കിയാണ്. 3 1 4, 4 2 6, 6 3 9, 9 3 12. ഹൈഡ്രജൻ അവിടെയും 12. അപ്പോൾ രണ്ടിലും കാർബൺ ആറ്റത്തിൻ്റെ എണ്ണവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണവും തുല്യമാണ്. അതായത് മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അപ്പോൾ അവരവിടെ മറ്റൊരു കോമ്പൗണ്ട് തൊട്ട് താഴെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഒന്ന് എണ്ണി നോക്കി മോളിക്കുലാർ ഫോർമുല പറയുക. 1 2 3 4 5. അതിനകത്തും കാർബൺ ആറ്റം 5 ആണ്. ഹൈഡ്രജൻ 3 3 6, 6 3 9, 9 3 12. ഹൈഡ്രജൻ എഴുതിയിട്ട് ഒരു 12 ചെറുതാക്കി താഴെ നോക്കിക്കേ. 3 കോമ്പൗണ്ടുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരേ മോളിക്കുലാർ ഫോർമുല ഉള്ളത് കാണുന്നത്. മോളിക്കുലാർ ഫോർമുല എഴുതാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതൊരു പരീക്ഷാ ചോദ്യമാണ്. എല്ലാവർക്കും അപ്പം മാർക്ക് കിട്ടും. C1 എത്രയാണെന്ന് എണ്ണി അങ്ങോട്ട് എഴുതിയാൽ മതി. കാർബൺ ഹൈഡ്രജനും എണ്ണി എഴുതുക. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഈ 3 എണ്ണം പരിശോധിച്ചപ്പോൾ ഒന്ന് തന്നെയാണ്. ഇതാണ് കാർബണിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ മാജിക്ക്. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണവും സെയിം ആണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണവും സെയിം ആണ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ആ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ ഒരെണ്ണം നല്ല സ്ട്രെയിറ്റ് ചെയിൻ. ഒരെണ്ണത്തിൽ ആ ചെയിൻ ഇച്ചിരി നീളം കുറഞ്ഞു. 4 കാർബൺ ആറ്റമുള്ള ചെയിനായിട്ട് ചെയിനിൻ്റെ നീളം കുറഞ്ഞിട്ട് ഒരു കാർബൺ ഒരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തു. ഇവിടെ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ കാർബൺ ആറ്റത്ത് ഒരു ലോങ് ചെയിനായിട്ട് നോക്കുമ്പോൾ ഇതാണ് ഒരു ചെയിൻ കാണുന്നത്. 3 കാർബൺ ആറ്റമുള്ള ഒരു ചെയിൻ വന്നിട്ട് അതിൽ ഇങ്ങോട്ടുമായിട്ട് മുകളിലേക്കും താഴേക്കുമായിട്ട് ബ്രാഞ്ച് പോലെ 2 കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ ഒരു ചെയിനേൽ ഒരു ബ്രാഞ്ചും ഇവിടെ ഒരു ചെയിനേൽ 2 ബ്രാഞ്ചുമുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ചെയിനും. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇത് സ്ട്രെയിറ്റ് ചെയിൻ, ഇത് രണ്ടും ബ്രാഞ്ചഡ് ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ബ്രാഞ്ചഡ് ചെയിൻ ബ്രാഞ്ച് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് ഇവിടെ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരെണ്ണം ചെയ്തു കഴിഞ്ഞു. നമുക്കിതിൻ്റെ എണ്ണി നോക്കിയാൽ വേഡ് റൂട്ട് എഴുതുന്നു, പെൻഡെന്ന് എഴുതുന്നു, AN ചേർക്കുന്നു, പെൻഡെയിൻ. ഇനി 6 എണ്ണമാണ് നമ്മൾ എണ്ണി ഇപ്പോൾ കിട്ടിയെങ്കിലോ. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മളൊന്നും നോക്കില്ല, 6ൻ്റെ വേഡ് റൂട്ടായ ഹെക്സ് എന്ന് പറയുന്നു, അതിൻ്റെ കൂടെ AN ചേർക്കുന്നു. 3 എണ്ണയുള്ളെങ്കിലോ നോക്കൂ, വേഡ് റൂട്ടിൽ നോക്കൂ, പ്രൊപ്പാണ്. അപ്പോൾ പ്രൊപ്പിൻ്റെ കൂടെ AN ചേർത്ത് പ്രൊപ്പൈൻ എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ബ്രാഞ്ച് ഉള്ളതിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട്, അതാണ് ഇനി പഠിച്ചു തുടങ്ങുന്നത്. ബ്രാഞ്ചഡ് ചെയിനുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തുടങ്ങുന്നുണ്ട്. രണ്ടാമത്തെ കോമ്പൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളേ ഉള്ളൂ, ശ്രദ്ധിച്ചും എഴുതിയും ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തിരിച്ചറിയേണ്ടത് ആ കോമ്പൗണ്ടിനെ ഇങ്ങനെ എടുത്തിട്ട് ആ കോമ്പൗണ്ടിൽ
ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ നിരക്കുന്ന മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മെയിൻ ചെയിനിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളൊരു മാല പോലെ പരിഗണിച്ചാൽ മാലയും ലോക്കറ്റും പോലെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ചെയിനായിട്ട് നമ്മൾ മാലയായിട്ട് കണക്കാക്കേണ്ടത്, ഇത് ലോക്കറ്റിന് നമുക്ക് ബ്രാഞ്ചായിട്ട് കൂട്ടാം. അപ്പം മെയിൻ ചെയിൻ എന്ന് പറയുന്നതാണ് 1, 2, 3, 4 കാർബൺ ആറ്റം വന്നതും മെയിൻ ചെയിനും, ഒരു കാർബൺ ആറ്റം മാത്രം അതിലിങ്ങനെ ബ്രാഞ്ച് പോലെ നിൽക്കുന്നു, ഒരു ലോക്കറ്റ് പോലെ നിൽക്കുന്നു. ഇനി എപ്പോഴും ഇങ്ങനെ നിവർന്ന് നിൽക്കണമെന്നില്ല, ഇങ്ങനെ നേരെ വരണം മെയിൻ ചെയിൻ ഒരു നിർബന്ധവും ഇല്ല. മാലയൊക്കെ വളഞ്ഞൊക്കെ കെടുക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ നോക്കിക്കേ, ഇങ്ങനെ ഒരു 1, 2, 3, 4, 5 ഏറ്റവും കൂടുതൽ കാർബണുള്ള ആ ചെയിൻ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കുന്നു. എന്നിട്ട് അതിലൊരു ബ്രാഞ്ച് പിടിച്ചിരിക്കുന്നു. നമുക്ക് ഇത്ര കൺഫ്യൂഷനൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു മെത്തേഡ് ആദ്യം പരീക്ഷിച്ച് കാര്യമായിട്ട് പഠിക്കാം. അത്ര സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, മെയിൻ ചെയിൻ. ഒരു മാല കണ്ടാൽ ആ മാലയുടെ മെയിൻ ചെയിൻ ഏത്, ലോക്കറ്റ് ഏത് എന്ന് തിരിച്ചറിയുന്ന അത്രയും സിമ്പിളായിട്ട് ഇതിൻ്റെ മെയിൻ ചെയിൻ ഇതാണെന്നും ഇതിൻ്റെ ബ്രാഞ്ച് ഇതാണെന്നും തിരിച്ചറിയണം. അതിനുവേണ്ടി ഓരോ നിയമങ്ങളായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഫൈൻഡ് ലോങ്ങസ്റ്റ് ചെയിൻ. പിന്നെ ഇത് കാണാപ്പാഠം പഠിക്കേണ്ടതല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഫൈൻഡ് ലോങ്ങസ്റ്റ് ചെയിൻ എന്നുള്ള ആ ഒരു പോയിന്റ് മനസ്സിൽ കുറിച്ചു വെക്കുക. ഫൈൻഡ് ലോങ്ങസ്റ്റ് ചെയിൻ. നമുക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം നല്ല നിരന്നുണ്ടായിരിക്കണം എന്ന് മാത്രം. ബാക്കിയുള്ളതിനെയൊക്കെ ബ്രാഞ്ചായിട്ട് കണക്കാക്കും. ഇത് കാണാതെ പഠിക്കേണ്ട, നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് അടുത്ത പേജിലാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്പറിങ് ആണ് ചെയ്യേണ്ടത്. നമ്പർ ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ ഒരു സ്കെലിട്ടൺ മാത്രം ഇവിടെ കാണിച്ചിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആ കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ അവരങ്ങ് മാറ്റി വെച്ചു നമ്മളെ ശരിക്കും പഠിപ്പിക്കാൻ. എന്നിട്ട് നമ്മളോട് പറയണ 2 രീതിയിൽ ആ ലോങ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. 1, 2, 3. അപ്പോൾ നമുക്ക് 1 ഇവിടുന്ന് വേണേ എണ്ണാം, അല്ലെങ്കിൽ ഈ സൈഡിലെ അപ്പോൾ 2 രീതിയിലും കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ബ്രാഞ്ച് എവിടെയാണോ ഉള്ളത് ആ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ വരണം, ആ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന്. അപ്പോൾ ഇവർ വേറെ ഒരു ചെയിനാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരണം. ഇപ്പോൾ ഇവിടുന്ന് എണ്ണിയാൽ നമുക്ക് തന്നെ അറിയാം ബ്രാഞ്ച് ഈ സൈഡിലാണ്. അതുകൊണ്ട് ആ വശത്തുനിന്ന് തുടങ്ങുക എന്നുള്ളൊരെണ്ണം മനസ്സിൽ വെച്ചാൽ മതി. ഈ വശത്തുനിന്ന് നമ്പർ ചെയ്തു തുടങ്ങുകയാണ് എങ്കിൽ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 2 എന്ന് കിട്ടും. അതേപോലും ഈ വശത്തുനിന്നാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 3 എന്ന് കിട്ടും. അപ്പം പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്പർ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ലോങ് ചെയിൻ കണ്ടുപിടിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് പിടിച്ചേക്കുന്ന കാർബൺ ആറ്റത്തിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. അടുത്തത് ആയിട്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രാഞ്ചുകളുടെ പേരിടാൻ എങ്ങനെയാണ്. ബ്രാഞ്ചുകളുടെ പേര് ഇനി നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ കൂടെ പറയണ്ടേ, ഇന്ന ബ്രാഞ്ചാണ് പിടിച്ചേക്കുന്നത് എന്ന് പറയാനായിട്ട് നമ്മൾ കണ്ടു. ചിലയിടത്തൊക്കെ CH3 എന്ന് പറയുന്ന ബ്രാഞ്ചാണ് താഴേക്ക് കണ്ടത്. ഇനി വേറെ കോമ്പൗണ്ടൊക്കെ വരുമ്പോൾ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലെയുള്ള വലിയ ബ്രാഞ്ചുകളും ചിലപ്പോൾ കണ്ടെന്ന് വരാം. അപ്പോൾ അതിൻ്റെ പേര് ഇടാൻ വളരെ എളുപ്പമാണ്. ഒരു കാർബൺ ആണെങ്കിൽ വേഡ് റൂട്ട് മെത്തെന്നല്ലായിരുന്നോ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു YL കൂടി ചേർത്താൽ മതി. നമ്മുടെ ബ്രാഞ്ചിന് 2 കാർബൺ ഉണ്ടെങ്കിൽ ബ്രാഞ്ച് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ബ്രാഞ്ച് 2 കാർബൺ ഇതുപോലെ CH2 CH3 എന്ന് കിടക്കുമ്പോൾ 2 കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എത്ത് കൂട്ടിയിട്ട് YL, എത്തൈൽ. ഇനി 3 കാർബൺ ആറ്റമാണ് ഉള്ളത് എങ്കിൽ ആ ബ്രാഞ്ചിൽ 1, 2, 3. അപ്പോൾ സാധാരണ ഇത് CH2 CH2 CH3 അങ്ങനെയുള്ള എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ബ്രാഞ്ചിൻ്റെ പേരിടുന്ന രീതി ഈ കോളത്തിൽ കൂടി ഒന്ന് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു കാർബൺ ആറ്റമേ ഉള്ളെങ്കിൽ
അതാണ് വേഡ് റൂട്ട് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ പാഠത്തിലില്ല. അതിന് ടീച്ചർ പക്ഷേ 9ലെ പുസ്തകം കാണിച്ചുകൊണ്ട് തന്നെ പഠിച്ചു. അത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നോക്കി പഠിച്ചോണം. അതിൻ്റെ ഒരു ചാർട്ട് വേണമെങ്കിൽ വരച്ച് നമ്മുടെ പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒട്ടിച്ചു വെച്ചു. നമുക്ക് ഈ വർഷം തീരുന്നേടം വരെ വേണ്ടതാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മെത്തൈൽ, 2 കാർബൺ ആണെങ്കിൽ എത്ത് കൂട്ടി വൈൽ ഈതയിൽ, 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പ് കൂട്ടി വൈൽ പ്രൊപ്പൈൽ. ഇങ്ങനെയാണ് പേരുകൾ വരുന്നത്. അടുത്ത പേജിൽ നമ്മളുടെ നെയിമിങ് ഇടുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പഠിപ്പിക്കുന്നത്. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു പേരിടുന്നതിൻ്റെ കൃത്യമായ സ്റ്റെപ്സാണ്. നമ്മൾ ആദ്യം എഴുതേണ്ടത് ആ ബ്രാഞ്ച് പിടിച്ച പൊസിഷനാണ്. നമ്മൾ നമ്പർ ഇട്ടുകയല്ലേ, നമ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഞ്ച് പിടിച്ച പൊസിഷൻ, അത് കഴിഞ്ഞ് ആ നമ്പർ ഇട്ട് കഴിയുമ്പോൾ നമ്പർ കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഇടണം. ഹൈഫൻ കഴിഞ്ഞിട്ട് ആ ബ്രാഞ്ചിൻ്റെ പേര്, അതാണ് നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ മെയിൻ ബ്രാഞ്ചിൻ്റെ മെയിൻ ചെയിൻ്റെ വേഡ് റൂട്ട് കഴിഞ്ഞ് സഫിക്സ്. ഇതിപ്പോൾ ഈ ഒരു ഫോർമുല ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസി ആകും. ഒന്നും വിഷമിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ഇത് ചെയ്ത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കും. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ നെയിമിങ് അങ്ങ് ചെയ്ത് തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ലോങ് ചെയിൻ കണ്ടുപിടിക്കുക. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെ ചെയ്യണം, മാറി മാറി ചെയ്യരുത്. ലോങ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ മാല കണ്ടുപിടിച്ച് അത് ലോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു, നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെയിനും അത്തേലൊരു ലോക്കറ്റും, സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെയിനും അത്തേലൊരു ലോക്കറ്റും. ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിന് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ്, നമ്പറിങ്. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ നോക്കിക്കേ, ഇതിനകത്ത് ബ്രാഞ്ച് ഈ സൈഡിലാണ് വരുന്നത്. ആ സൈഡ് ഈ സൈഡിൽ നിന്ന് നോക്കി പല സ്ഥലത്തു നിന്ന് നമ്മൾ നമ്പർ ഇടുന്നില്ല. ശരിക്കും കൃത്യമാണ് ഇതിന്. അല്ലെങ്കിൽ ചിലതിന് നമുക്ക് കൺഫ്യൂഷൻ ആകും, ആ സൈഡിൽ നിന്ന് ഇടണോ ഈ സൈഡിൽ നിന്ന് ഇടണം. അപ്പോൾ നമുക്ക് 2 വശത്തുനിന്ന് എണ്ണി നോക്കാം. ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ സൈഡിൽ നിന്നാണ് ബ്രാഞ്ച്, ഈ സൈഡിലാണ് ബ്രാഞ്ച് പിടിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. 1, 2. കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് ചെറുതായി കൊടുക്കുക. വൃത്തിക്കും അത് എളുപ്പത്തിൽ തിരിച്ചറിയാനും പറ്റണം. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റം 2ആണ്. അപ്പോൾ ഇവിടെ നിന്നൊന്ന് വെറുതെ ഒന്ന് എണ്ണി നോക്കിയേക്കാം. നമുക്ക് ഇവിടെ നിന്നെങ്ങാനും കൊടുക്കാൻ തോന്നിയായിരുന്നു 1, 2, 3, 4 നമ്പർ വരുമായിരുന്നു. ബ്രാഞ്ച് പിടിച്ച കാർബൺ ആറ്റത്തിന്, ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം, അതാണ് നിയമം. അപ്പം നമ്പറിങ്ങിന് ഫസ്റ്റ് സ്റ്റെപ്പ് 2 സ്റ്റെപ്പാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ബ്രാഞ്ചിൻ്റെ പേര് ഒന്ന് ഓർക്കണം. ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ, അതുകൊണ്ട് മെത്ത് കൂട്ടി വൈൽ മീഥൈൽ. അപ്പം നമുക്ക് പേരിടുന്നത് തുടങ്ങാം. നമുക്ക് ഈ ഫോർമുല അനുസരിച്ച് പേരിട്ടിട്ട് ഒരു പാടുമില്ല. ഈ ഫോർമുല അനുസരിച്ച് ഇത്രയും ചെയ്തിട്ട് പേരിടാം. പേരിട്ട ശേഷം ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് സെറ്റപ്പായിട്ട് വളരെ ഈസിയാണ്. പേരൊന്ന് എഴുതിയേക്കാം. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2ലാണ് പൊസിഷൻ, സോ 2. അത് കഴിഞ്ഞൊരു ഹൈഫൻ ഇടാൻ പറഞ്ഞ് ഒരു വര ഇട്ടു. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദി ബ്രാഞ്ച്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ബ്രാഞ്ചിനെയാണ്. ബ്രാഞ്ച് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മീഥൈൽ, ഒരു മീഥൈലേ ഉള്ളൂ, അപ്പം മീഥൈൽ. ഇനി നമുക്ക് വേഡ് റൂട്ട്, ഇത്തേൽ 5 എണ്ണം ഉണ്ടെന്ന് എണ്ണം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 5ൻ്റെ വേഡ് റൂട്ട് നമ്മളെല്ലാവരും പഠിച്ചതാണ്, പെൻറ്റ്. സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ മറക്കാതെ അതിൻ്റെ അറ്റത്ത് ANE. ഇത് വായിക്കാനും നല്ല സുഖമാണ്. 2 മീഥൈൽ പെൻറ്റെയിൻ. ഫുൾ മാർക്കായി. ഉറപ്പായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി മെയിൻ ചെയിൻ, അത് 5. ആ 5 വെച്ചിട്ടാണ് വേഡ് റൂട്ട് എഴുതുന്നത്. സിമ്പിൾ, പെൻറ്റ്. അത് എല്ലാത്തിൻ്റെ ഇടയുടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇനി ആ ബ്രാഞ്ചിൻ്റെ പേര് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നൊക്കെ അവർ പറയുക ബ്രാഞ്ചിനെ, കേട്ടോ. അതുകൊണ്ട് കൺഫ്യൂഷനൊന്നും വേണ്ട. അതിൻ്റെ പേര് ഒരു കാർബൺ ആറ്റം ഉള്ളതായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പേര്
മീഥൈൽ എന്നാണ്. അതിൻ്റെ പൊസിഷൻ എത്രയായിരുന്നെന്ന് ഓർമ്മയുണ്ടോയെന്ന്? 2 പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. ചോദ്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഇതിന് മുമ്പേ തന്നെ പേര് നല്ല ഭംഗിയായിട്ട് എഴുതിയായിരുന്നു. നമ്പർ, പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഹൈഫൻ നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, അതിനുശേഷം അതിൻ്റെ വേഡ് റൂട്ട്, അത് കഴിഞ്ഞ് ANE, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നിയമങ്ങളും വേഡ് റൂട്ടും കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാവുന്ന വേറൊരു കാര്യവും ഇല്ല. ഈ ബോക്സ് തനിച്ച് ചെയ്യാൻ പറ്റാവുന്ന മിടുക്കരെല്ലാവരും തന്നെ ചെയ്യണം. എന്നിട്ട് ടീച്ചർ ചെയ്തേക്കുന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയേ ചെയ്യാവൂ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒന്നാമത് നമ്മുടെ നിയമം എന്തായിരുന്നു? ലോങ് ചെയിൻ കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ കാണാം നല്ല നീളമുള്ളൊരു ലോങ് ചെയിനും അതിൽ ലോക്കറ്റ് പോലെ ഒരു ബ്രാഞ്ചും. അപ്പോൾ ആ ലോങ് ചെയിനിലെ രണ്ടാമത്തെ നിയമങ്ങൾ അതുപോലെ നമ്മൾ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്താൽ ബ്രാഞ്ച് ആയിട്ടുള്ളതിന് അത് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. ടീച്ചർ അതിനൊരു എളുപ്പപ്പണി പറഞ്ഞു തന്നു. ബ്രാഞ്ച് ഉള്ള സൈഡിൽ നിന്ന് നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് നമ്മുടെ നിയമം ഓർത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പേരെഴുതാവുന്നതേ ഉള്ളൂ. പേരെഴുതിയിട്ട് നമുക്കിത് പൂരിപ്പിക്കാൻ പോകാം. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2. അത് കഴിഞ്ഞൊരു ഹൈഫൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്രാഞ്ചായ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിം 3. അതങ്ങ് തന്നെ പിന്നെ ഈ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു നിയമം തന്നെയും പിന്നെയും പറഞ്ഞു പഠിച്ചു വെച്ചോണം. അപ്പോൾ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഹൈഫൻ നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ആയ ബ്രാഞ്ച്. ബ്രാഞ്ച് ഒരു കാർബണാറ്റം ഉള്ളതാണ് നമ്മുടെ ബ്രാഞ്ച് മീഥൈൽ. ഇനി നോക്കിക്കഴിഞ്ഞപ്പോൾ മെയിൻ വേഡ് റൂട്ട് കണ്ടുപിടിക്കാൻ 6, അതിന് ഹെക്സ്. അത് സിംഗിൾ ബോണ്ടുകൾ മാത്രം ANE. ഇനി നമുക്ക് ബോക്സ് പൂരിപ്പിക്കാം. ലോങ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾ എത്രയുണ്ടായിരുന്നു? 6. നെയിം ഓഫ് ദി ബ്രാഞ്ചിൽ ഒരു കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് മീഥ് ഇട്ടിട്ട് YL, മീഥൈൽ. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2. IUPAC നെയിം ഇവിടെ എഴുതാൻ സ്ഥലമില്ല, നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ എഴുതി. അടുത്തത് അതിൽ സിമ്പിളാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്രാഞ്ച് ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്ന ലോങ് ചെയിന്, ബ്രാഞ്ചല്ല ലോങ് ചെയിന്. അപ്പം നോക്കിയപ്പോൾ ഇതാണ് ചെയിൻ, ബ്രാഞ്ചായിട്ട് ഇങ്ങനെയും. അപ്പോൾ ലോങ് ചെയിൻ തിരിച്ചറിഞ്ഞാൽ നമ്പർ കൊടുക്കണം. അപ്പോൾ 1, 2, 3, 4. അതെന്തുകൊണ്ട് കൊടുത്തു? നമ്മുടെ ബ്രാഞ്ച് ഈ സൈഡിലാണ്. ആ സൈഡിൽ നിന്ന് ചെറിയ നമ്പർ കിട്ടും, നമുക്ക് ഉറപ്പാണ്. ഈ സൈഡിൽ നിന്നെങ്ങാനും കൊടുത്ത 1, 2, 3 ആ ബ്രാഞ്ചിൻ്റെ സ്ഥലത്തിന് 3 എന്നാണ് നമ്പർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെടുത്തു. ഇനി നമ്മൾ പേരെഴുതുകയാണ്. പേരിൻ്റെ നിയമങ്ങൾ നമ്മുടെ മഞ്ഞ ബോക്സിൽ കിടപ്പുണ്ട്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2 ഹൈഫൻ ആ ബ്രാഞ്ചിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് ഒരു കാർബണുള്ള ബ്രാഞ്ചാണ് നമുക്കുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ മീഥൈൽ. വേഡ് റൂട്ടാണ് അടുത്ത് എഴുതുന്നത് 4. ആ വേഡ് റൂട്ട് നമ്മുടെ ബോക്സിൽ നമ്മൾ പഠിച്ചു, ബ്യൂട്ട്. അത് കഴിഞ്ഞ് സഫിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത് ചേർക്കേണ്ടത് സിംഗിൾ ബോണ്ട് ആകുന്നത് കൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്, ANE. പേര് നമ്മൾ എഴുതി വെച്ചു. പേരെഴുതി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി മെയിൻ ചെയിൻ 4. ബ്രാഞ്ച് ഇപ്പോഴും മീഥൈൽ തന്നെ. ഇനി ആ ബ്രാഞ്ചിൻ്റെ നമ്പരും 2 തന്നെ ആയിരുന്നു. അടുത്ത 2 കോമ്പൗണ്ട് കൂടെ ചെയ്യുമ്പം ഒരു ബ്രാഞ്ചുള്ള കോമ്പൗണ്ടുകളുടെ നെയിമിങ് കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഈ 2 എണ്ണോട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നിർത്തിയേക്കാം. അടുത്ത വീഡിയോ ക്ലാസ്സിൽ 2 ബ്രാഞ്ച് അല്ലെങ്കിൽ 3 ബ്രാഞ്ചൊക്കെയുള്ള കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് പഠിക്കുന്നത്. ഈസി ആയിട്ട് പഠിച്ചെടുത്തെങ്കിൽ നിങ്ങളിത് ഫ്രണ്ട്സിനോട് ഇങ്ങനൊരു ക്ലാസ് കണ്ട് സ്മിത ടീച്ചറിൻ്റെ ഒരു ക്ലാസ് കണ്ടാണ് പഠിക്കുന്നതെന്ന് പറയണം.
സ്മേ ടീച്ചറിൻ്റെ കൂടെയാണ് പഠിക്കുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടെണ്ണോട് ഒന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മുടെ നിയമം ഒട്ടും തെറ്റില്ല. ലോങ് ചെയിൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ലോങ് ചെയിൻ കണ്ടുപിടിക്കലാണ് നമ്മളും എപ്പോഴും കൂടെ അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ അവിടെ മനസ്സിൽ നിന്ന് മായില്ല. അപ്പോൾ ഈ ലോങ് ചെയിൻ കണ്ടുപിടിക്കാൻ ചെന്നപ്പോൾ ചിലർക്ക് തോന്നിയത് നേരെ ഒരു ചെയിൻ, അതിലെണ്ണി നോക്കും 1 2 3 4 5 5 ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ ഇച്ചിരി നല്ല ബുദ്ധിപരമായിട്ട് നമ്മളെല്ലാവരും നോക്കിക്കേ, നമ്മുടെ മാലയൊന്നിങ്ങനെ വളച്ചിട്ടെന്നങ്ങ് വിചാരിക്കൂ. അപ്പോൾ നോക്കിക്കേ, 1 2 3 4 5 6 മുത്തുള്ള ഒരു ചെയിനെ നമുക്ക് കണ്ടുപിടിക്കുകയും അതിൽ സൈഡിലേക്ക് മാറിക്കിടക്കുന്ന ഒരു ബ്രാഞ്ച് കാണാനുള്ള കഴിവ് നമുക്ക് വേണം. പയ്യെ കണ്ടുപിടിച്ചാൽ മതി. നേരെയാണെങ്കിൽ വെറും 5 കാർബൺ ആറ്റമേ എണ്ണാൻ പറ്റുള്ളൂ. എന്നിട്ട് 2 കാർബണുള്ള ലോക്കറ്റ്. അതിനേക്കാൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒന്നാമത്തെ നിയമം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയോ. ലോങ് ചെയിൻ സെലക്ട് ചെയ്താൽ അതിൽ തുടർച്ചയായിട്ട് പരമാവധി കാർബൺ ആറ്റം കാണണം. അപ്പോൾ 6 എണ്ണം കാണാൻ ഒരു ചാൻസ് ഉണ്ട്. ഈ ചെയിൻ ഇങ്ങനെ ഒന്ന് വളച്ചിട്ടതായിട്ട് സങ്കല്പിച്ചു. തുടർച്ചയ്ക്ക് കണ്ടിന്യൂസ് തന്നെയല്ലേ 1 2 3 4 5 6. അപ്പോൾ ഇനി ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കാർബൺ ആറ്റങ്ങളാണ്. ഇനി നമ്പറിംഗ് ആണ് പരിപാടി. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. അത് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിൽ നിന്ന് തൊട്ട് വെക്കുക. ഈ കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ അത് നോക്കി ഇപ്പം ഞാൻ ഈ സ്ഥലത്ത് നിന്ന് നമ്പർ ചെയ്തു വന്ന 1 2 3 4 4 ഇതിന് കിട്ടുക. ഈ സൈഡിൽ നിന്നാണെങ്കിൽ 1 2 3 എന്നാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതിന് കിട്ടുക. അതുകൊണ്ട് തീർച്ചയായും 1 2 3 4 മുകളിൽ തന്നെ നമ്പർ ഇടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ബുക്കേൽ എഴുതി വേണം ചെയ്യാൻ. ബുക്കേൽ എഴുതി വേണം നിങ്ങൾ ചെയ്യാൻ. ഈ കോമ്പൗണ്ട് എഴുതിയിട്ട് ബുക്കേൽ എഴുതണം. 6 വരെ ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പേര് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, അതാണ് നമ്മുടെ മഞ്ഞ ബോക്സിൽ കിടക്കുന്ന ഫോർമുല. അപ്പോൾ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് നമ്മൾ എഴുതി 3. കണ്ടോ, 3ലാണ് ബ്രാഞ്ച്. ഇനി അടുത്തതായിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട്, ഹൈഫൻ മറക്കരുത്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, അത് ഒരു കാർബണാറ്റമുള്ള മീഥൈൽ. കണ്ടോ, ഇതാണ് ബ്രാഞ്ച്. ഇനി നമുക്ക് വേഡ് റൂട്ട് 6 എന്നിവിടെ എഴുതിയായിരുന്നു. ഹെക്സ് എല്ലായിടത്തും സിംഗിൾ ബോണ്ട്, അതുകൊണ്ട് സഫിക്സ് അറ്റത്ത് ഏറ്റവും അറ്റത്ത് ചേർക്കേണ്ടത് 6. ഇനി നമുക്ക് ഇതിനകത്തെ മെയിൻ ചെയിൻ നിങ്ങൾ എണ്ണിയിട്ട് എത്രയാണ് എഴുതിയത്? 6. നിങ്ങൾ കണ്ടുപിടിച്ച ബ്രാഞ്ചിൻ്റെ പേര് എന്ത്? നെയിം ഓഫ് ദി ബ്രാഞ്ച് മീഥൈൽ. ആ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം, പൊസിഷൻ എത്ര? 3. നെയിം നമ്മൾ കൃത്യമായിട്ട് എഴുതി. ഇനി ഒരു കോമ്പൗണ്ടും കൂടെയാണ് ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതിനകത്തെയും മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഞാൻ നോക്കി, ഇപ്പോൾ ഞാൻ കാണുന്നത് നേരെയുള്ള മെയിൻ ചെയിനാണ് ആദ്യം കണ്ണിൽ പെടുക. അതൊന്ന് എണ്ണി നോക്കും. ഇങ്ങനെ ഒത്തിരി വളവൊക്കെ കാണുമ്പോൾ എണ്ണി നോക്കണം. 1 2 3 4 5. എന്നാൽ നമുക്ക് 5ഉം ഈ 2 എണ്ണം വരുന്ന 2 കാർബൺ വരുന്ന ബ്രാഞ്ചും ലോക്കറ്റും. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നുകൂടെ നോക്കുകയാണ്. 1 2 3 4 5. നമ്മുടെ മെയിൻ ചെയിൻ ഒന്ന് വളഞ്ഞതായാലോ, അപ്പോഴും 5 ഉള്ളൂ. എന്നാൽ പിന്നെ നേരെ ഉള്ളത് തന്നെ എടുക്കാം. അപ്പം നേരെ ഉള്ളതിലും 5ആണ്, വളഞ്ഞതിലും 5 ആയതുകൊണ്ട് നേരെ ഉള്ളത് എടുത്തു. അതിന് ഇനി നമ്പറിങ്, എല്ലാ നിയമങ്ങളും ഒരുപോലെ പോവാം. നമ്പർ ഇടുന്നു. നമ്പറും കൂടെ ഇട്ടാൽ പിന്നെ മഞ്ഞ ബോക്സിലെ, മുകളിൽ കൊടുത്തിരിക്കുന്ന മഞ്ഞ ബോക്സിലെ നിയമം അനുസരിച്ച് പേരിട്ടാൽ മതി. നമ്പറിങ് കൊടുക്കണമെങ്കിൽ ബ്രാഞ്ച് ഇതാണെന്ന് തീരുമാനമായി. അത് നോക്കിയപ്പോൾ കൃത്യം നടുക്കാണ്. കാർബൺ ചെയിൻ്റെ ഈ സൈഡിൽ നിന്ന് കൊടുത്താലും ഈ സൈഡിൽ നിന്ന് നമ്പറിങ് തുടങ്ങിയാലും തുല്യമായിട്ടേ വരുള്ളൂ. സോ 1 2 3 4 നല്ല വൃത്തിക്ക് കൊടുക്കണേ, പെൻസിൽ വെച്ചിട്ട് 5. ഇനി നമുക്ക് പേരെഴുതി തുടങ്ങാം. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് എഴുതി 3, ഹൈഫൻ ഇടാൻ മറക്കുന്നില്ല. നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ ബ്രാഞ്ച്, 2 കാർബണാറ്റമുള്ള ബ്രാഞ്ചാണ്. എത്തിട്ടിട്ട് വയ്യൽ, ഈഥൈൽ. ഇനി
അതിലെ ഹൈഡ്രജൻ അതിൻ്റെ വേഡ് റൂട്ടാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. 5 ആയതുകൊണ്ട് പെൻറ്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ത് ലോങ്ങസ്റ്റിന് എണ്ണിയ കാർബൺ ആറ്റം 5 എണ്ണമായിരുന്നു. അതിൻ്റെ ബ്രാഞ്ച് 2 കാർബൺ ആറ്റമുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ഇത്രയും നേരം എഴുതിയതല്ല, ഈഥയിലാണ് ബ്രാഞ്ച്. ആ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷൻ 3. എല്ലാ മാർക്കും നമുക്ക് കിട്ടി. ഈ വർഷത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ തരുവാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം കമൻറ്റിലിട്ടേക്കണം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിയാൽ ഈ വർഷം കെമിസ്ട്രി സൂപ്പറായിട്ട് പഠിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ടീച്ചർ 1ാമത്തെ പേജിൽ നമ്മളെ വേണ്ടി ഒരു ഹൈഡ്രോ കാർബൺ 2ാമത്തെ തന്നില്ലായിരുന്നു, അതിൻ്റെ പേരാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത്. ടീച്ചർ അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ പാഠപുസ്തകം തുടങ്ങുന്ന ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ഈ ഹൈഡ്രോ കാർബണിൻ്റെ പേരാണ് കമൻറ്റ് ബോക്സിൽ എഴുതിയിടേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.